ഹായ് ഫ്രണ്ട്സ്, മല്ലു സീരിയൽ സ്റ്റോറീസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പത്രമാറ്റിൻ്റെ എപ്പിസോഡ് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് മെഗാ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ ഇന്നലെ സക്രേ സാറ് അനിയുടെ അടുത്ത് പറയുന്നുണ്ടല്ലോ, ജയിലിൽ കിടന്ന പലരും കാണാൻ പറ്റില്ല എന്ന്. അപ്പോൾ അനി ചിരിച്ചിട്ട് ചെറിയൊരു ചിരിയോട് കൂടിയിട്ട് നമ്മുടെ നന്ദുട്ടനെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ ചോദിക്കുന്നുണ്ട് സക്രേ സാറിനോട്, നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ ഓമന എന്ന് പറഞ്ഞ സ്ത്രീ ഒരു കംപ്ലയിൻറ്റ് കൊണ്ടുവരുന്നല്ലോ അവരുടെ ഭർത്താവിനെതിരെ, എന്നിട്ട് എന്തെങ്കിലും ഒരു ആക്ഷൻ നിങ്ങൾ അതിലെടുത്തിരുന്നോ? അപ്പോൾ സക്രേ തപ്പി പിടിച്ചിട്ട് അല്ല, അത് പിന്നെ ഉടനെ അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുകയായിരുന്നു. അപ്പോൾ നന്നിട്ട് പറഞ്ഞു, ആ വിചാരിക്കേ, എന്നിട്ട് ഒരു ജോലിസിനെ കണ്ടിട്ടേ കബഡി നിരത്തിയിട്ട് പോണോ വേണ്ടയോ തീരുമാനിക്കേ. അപ്പോൾ അതിനിങ്ങനെ നോക്കിയൊന്ന് ചിരിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് നന്നിട്ട് അവനവൻ്റെ ജോലി ചെയ്യത്തില്ല, എന്നിട്ട് ഓരോന്നും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. സക്രേ സാറ് ചമ്മി പോയിട്ടോ. നീ വാടാ എന്നും പറഞ്ഞിട്ട് അനിയനും കൂട്ടി കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ സക്രേ കൂടെയുള്ള കോൺസ്റ്റബിളിനോട് പറയുന്നുണ്ട് കേട്ടോ, അത് പിന്നെ കാമുകനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന ദേശീയ കാമുകിയെ അത് നമ്മളോട് തീർക്കുക. വേറെ ഒരെണ്ണകത്തിരിക്കുന്നുണ്ട്, അത് വേറൊരു കോമഡി സാധനമാണ്. എന്നാലും കുഴപ്പമില്ല, അയാൾ വന്നതിന് ശേഷം നിത്യചെലവിനുള്ള പൈസ കിട്ടുന്നുണ്ട്. ഈ നന്ദുമേടാണ് പ്രശ്നം എന്ന് പറയുന്നത് കേട്ടോ. അപ്പം മറ്റേ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, അത് ശരിയാ സാറേ, കൈമടക്ക് കിട്ടിയെന്ന് പറഞ്ഞാലേ അവരുടെ രൂപവും ഭാവമൊക്കെ അങ്ങോട്ട് മാറും. അപ്പോൾ സക്രിയ പറയാണ്, കുഴപ്പമില്ല, ആ CIനെ വട്ടാക്കിയിട്ടേ നമുക്ക് SIനെ തളയ്ക്കാം, അതേ ഇപ്പോൾ നടക്കൂ. അനിയനെ കൊണ്ടുവരുത്തിയിട്ട് നമ്മുടെ നന്ദു ചോദിക്കുന്നുണ്ട് കേട്ടോ, അവിടെ നിന്നെ ഈ അവസ്ഥയിൽ നിൻ്റെ വല്യമ്മ കണ്ടു കഴിഞ്ഞാൽ അവരെങ്ങനെ സഹിക്കും? നീ എന്താ മിണ്ടാത്തേ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ എന്ത് മിണ്ടാനാ, അവളുടെ കാരണത്തടിക്കാനുള്ള കാരണം എന്താണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ. എനിക്കൊരു കുറ്റബോധമില്ല, അവൾ അത്രയൊക്കെ പറഞ്ഞിട്ടേ അവൾക്ക് കാരണത്തൊന്നും കൊടുത്തില്ലെങ്കിലേ അത് കുറ്റബോധമായിട്ട് എന്നും എൻ്റെ മനസ്സിൽ കിടന്നേനെ. അപ്പോൾ നന്ദോട്ട് ചോദിക്കും, നീ എന്നെ തോൽപ്പിക്കാനായിട്ട് ജനിച്ചതാണോടാ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, ഒരാളെങ്കിലും അങ്ങനെ വേണ്ടേ നന്ദു, അല്ലെങ്കിൽ നമ്മളെല്ലായിടത്തും അങ്ങ് ജയിച്ച് കയറിയേ പറ്റുമോ? എനിക്ക് നിൻ്റെ കാരണത്തൊന്നും തരാനാണ് തോന്നണേന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിക്കൂട്ടം അനിയനിച്ചിട്ട് പറയുന്നുണ്ട്, നീ അടിച്ചോ, നീ അടിച്ചു കഴിഞ്ഞാൽ ഒരു കാരണത്തെ അടിച്ചു കഴിഞ്ഞാൽ മറ്റേ കാരണം ഞാൻ കാണിച്ചു തരും. അപ്പോഴേക്കും നമ്മുടെ CI വന്നിട്ടുണ്ട് കേട്ടോ. എന്താ നന്ദു എന്ന് ചോദിക്കണ്ട കേട്ടോ. അല്ല, അനിയനെ കോടതിയിലേക്ക് കൊണ്ടുപോകണ്ടേന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നന്ദു, കോടതി സമയം കഴിയാറായി, ഇനിയിപ്പോൾ നമ്മളവിടെ ചെന്നാലും നമ്മുടെ കേസ് വിളിക്കാനൊന്നും പോണില്ല, പിന്നെ എന്ത് ചെയ്യാൻ പറ്റും ഞാൻ നോക്കട്ടെ. നന്ദു ഒന്ന് വന്നേന്ന് പറഞ്ഞിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു തിരിഞ്ഞു നോക്കി അനിയനെ തിരിഞ്ഞു നോക്കിയിട്ട് കൂടെ പോകുന്നുണ്ട്. എന്നിട്ട് CIയുടെ അഭിനയം തുടങ്ങി കേട്ടോ. നന്ദു, സത്യം പറഞ്ഞാൽ ഇവിടെ അല്ല, ഇവിടെ പോലും അനിയനെ ഇരുത്താൻ എനിക്ക് താല്പര്യമില്ല, നമ്മുടെ റൂമിൽ കൊണ്ടിരുത്താന്ന് വെച്ചാൽ ഇപ്പോൾ അവിടെ പോലും അവനെ ഇരുത്താൻ പറ്റാത്ത അവസ്ഥയാണ്. എന്ത് പറ്റി സാറിന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ DYSP ചിലപ്പോൾ മിന്നൽ പരിശോധനയ്ക്ക് വരാൻ സാധ്യതയുണ്ട്. അയാൾ കേസിലെ സ്പെഷ്യൽ ഇൻട്രസ്റ്റ് എടുത്തിരിക്കുക, പ്രതിക്ക് ഒരു അനുകൂല്യം കൊടുക്കരുതെന്ന് അയാൾ പറഞ്ഞത്. പക്ഷേ നമ്മൾ അനിയനെ ചോദ്യം ചെയ്യാനോ കൈയേറ്റം ചെയ്യാനോ ഒന്നും പോയിട്ടില്ല. നേരത്തെ അങ്ങനെ ചെയ്തതിൻ്റെ ഒരു അനുഭവം എനിക്കുണ്ടല്ലോ, അതിൻ്റെ കുറ്റബോധം ഇപ്പോഴും എൻ്റെ ഉള്ളിൽ കിടക്കുക. പക്ഷേ അങ്ങേര് ഇവിടെ വന്നു കഴിഞ്ഞാൽ അനിയനെ ലോക്കപ്പിന് മുമ്പിലിരുത്തി കഴിഞ്ഞാൽ എന്തിനാ അങ്ങനെ ഒരു സൗജന്യം ചെയ്തതെന്ന് അങ്ങനെ ചോദിക്കും. അതുകൊണ്ട് അനിയെ എന്ന് ചോദിക്കണ്ട കേട്ടോ നന്ദു. അപ്പോൾ പറയുന്നത്, അതന്നെ ഞാൻ ചോദിക്കുന്നത്, അയാളെ ലോക്കപ്പിൽ കിടത്തില്ലെങ്കിൽ നമ്മുടെ രണ്ടുപേരെയും ജോലിനെ അത് ബാധിക്കും. അപ്പോൾ സച്ചി വീണ്ടും പറയണ്ട കേട്ടോ, ഞാൻ എന്ത് ചെയ്യാനാ നന്ദു, എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി പോയി. ഇനിയെ പോലെ ഒരു പയ്യൻ ഒരിക്കലും ലോക്കപ്പിൽ കിടക്കേണ്ടതല്ല. നിയമം ഒരാൾക്ക് വേണ്ടി വളച്ചൊടിക്കുന്നത് ശരിയല്ലല്ലോ, പ്രത്യേകിച്ച് നിയമം വിട്ടൊന്നും ചെയ്യാത്ത ഞാനും നന്ദു ഒക്കെ. അത് ശരിയാണ് സാർ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ പറയണ്ട, അങ്ങനെയാണെങ്കിൽ അയാളെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിട്ട് നമുക്ക് അകത്തേക്ക് ഇരുത്താം എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചെന്നിട്ടുണ്ട് അനിയുടെ അടുത്തേക്ക്. എന്നിട്ട് അനിയുടെ അടുത്ത് ചെന്നിട്ട് നന്ദൂട്ടൻ പറയുന്നുണ്ട്, നിനക്ക് മാത്രമായിട്ടൊരു പരിഗണനയും തരാൻ പറ്റില്ല, അതുകൊണ്ട് ലോക്കപ്പിലാക്കാനാണ് സാറ് പറയുന്നത്. അത് പറഞ്ഞപ്പോൾ അനിയും നോക്കുന്നുണ്ട് CIനെ. അപ്പോൾ പറഞ്ഞാൽ, അയ്യോ ഞാൻ പറഞ്ഞതല്ലേ അനി, തെറ്റിദ്ധരിക്കല്ലേ, ഇവിടെ സീനിയർ ഓഫീസർ ആരെങ്കിലും വരികയാണെങ്കിൽ അനിയനെ പുറത്തിരുത്തുകൊണ്ട് അത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അനി പറയണ്ടോ, എനിക്ക് വേണ്ടി നിയമം പരിഹരിക്കേണ്ട ആവശ്യമൊന്നുമില്ല സാർ, എനിക്ക് ഇവിടെ ഇരിക്കുന്നതോ ലോക്കപ്പിലിരിക്കുന്നതോ ഒക്കെ തുല്യ, ഞാൻ അവിടെ കിടന്നോളാം. അങ്ങനെ നമ്മുടെ അനിയനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ജയിലിലാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലോക്കപ്പിലിട്ടപ്പോൾ നന്ദുട്ടന് ആകെ സങ്കടമായി. അപ്പോൾ രണ്ടുപേരും ഇങ്ങനെ പരസ്പരം നോക്കി നിൽക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ സച്ചി രണ്ടുപേരും മാറി മാറി നോക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ്റെ മുഖത്ത് വിഷമം കാണുമ്പോൾ CI ഇങ്ങനെ മനസ്സിൽ പറയണം കേട്ടോ, അവളുടെ മുഖത്തെ വേദന കണ്ടോ, ഇപ്പോഴും ഹൃദയത്തിനകത്ത് അവനുണ്ട്, ഇനി അതാണ് വലിച്ചു പറിച്ച് കളയേണ്ടത്. അതൊരു ചടങ്ങാ, എന്നാലും ഇവളെൻ്റെ അസ്ഥിക്ക് പിടിച്ചു പോയില്ലേ, അത് കളയാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോഴും നന്ദുട്ടനും അനി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ അത് മാറ്റാനായിട്ട് സച്ചി പറയുന്നുണ്ട്, അനി എനിക്ക് നന്ദുവിനേക്കാളും വിഷമമുണ്ട്, പക്ഷേ അനി ചെറുപ്പത്തിൻ്റെ ചോരതളപ്പ് കൊണ്ട് ഇതുപോലെ സാഹസങ്ങളൊന്നും കാണിക്കരുത്, അല്ലെങ്കിൽ തന്നെ ഈ പെൺകുട്ടികളുടെ ദേഹത്ത് കൈവയ്ക്കാൻ എങ്ങനെയാണ് അനി തോന്നണത് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയണ്ട, അവളുടെ ദേഹത്ത് കൈവയ്ക്കാനല്ലേ സാറേ, അവളെ കൊല്ലാനാണ് എനിക്ക് തോന്നിയത്, അതുപോലെ അവൾ എന്നോട് സംസാരിച്ചതെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CI പറയുന്നുണ്ട്, എൻ്റെ അനി, അത് അനിയുടെ കയ്യിൽ നിന്ന് അവൾ തല്ലായിരുന്നു വാങ്ങിയതാ, അങ്ങനെയായിരുന്നു വാങ്ങിയാൽ ഇങ്ങനെ ഒരു കാഴ്ച കാണാൻ പറ്റുമെന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം. എന്നിട്ട് നന്ദുവിനെ നോക്കി പറയണ്ട, ഇങ്ങനെയാണ് നന്ദു ബുദ്ധിയുള്ള ചില പെൺകുട്ടികൾ, അവളുമാര് ധ്യാനങ്ങളെ ഇങ്ങനെ കുടിക്കുക കളയും. ഇപ്പം എന്തായി, അവൾക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല. അനന്തപുരിയിലെ പയ്യൻ പോലീസ് ലോക്കപ്പിലാണെന്ന് വാർത്ത ഉണ്ടാക്കാം. അവൾക്കാണെങ്കിൽ ചാനലുകാരായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടേ. നേരത്തെ ചാനൽ കയറിയെന്ന് അവൾ പറഞ്ഞതൊക്കെ നിങ്ങൾ രണ്ടാളും കേട്ടതല്ലേ. നാളെ വിവാഹിതാവാൻ പോണ നന്ദുവിനെ പോലും അവൾ വെറുതെ വിട്ടില്ല. പിന്നെ എല്ലാം അറിയണ ഒരാളാണ് ഞാൻ, അത് അങ്ങനെ ഒരാൾ നന്ദുവിനെ വിവാഹം ആലോചിച്ചുകൊണ്ട് കുഴപ്പമില്ല. നാളെ ഞങ്ങൾക്കിടയിലേക്ക് വേണ്ടാത്ത വർത്താനായിട്ട് ആരും വരില്ല. അത് കേട്ടപ്പോൾ നന്ദുവിൻ്റെ അനിയുടെ മുഖം പോയിട്ടാ. എന്നിട്ട് നമ്മുടെ അനി മനസ്സിൽ പറയുന്നുണ്ട്, അതിന് തന്നെ ഇവള് കെട്ടിയിട്ട് വേണ്ടേ എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ CI ചോദിക്കുന്നുണ്ട്, എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ നന്ദു പറയുന്നുണ്ട്, ശരി അല്ലെങ്കിൽ ശരിയാണെന്ന് പറഞ്ഞേക്കാം എന്നിങ്ങനെ മനസ്സിൽ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്ക് CI, ശരിയല്ലേ നന്ദു എന്ന് പറയുന്നുണ്ട് കേട്ടോ. ശരിയാണ്,
എന്നാൽ പിന്നെ നന്ദുവിനെ ഡ്യൂട്ടി നടക്കട്ടെ എന്ന് പറയുന്നത് നന്ദുവിനെ അവിടെ നിന്ന് പറഞ്ഞേക്കണമല്ലോ. അപ്പോൾ നന്ദു അനി വീണ്ടും ഒന്നുകൂടി നോക്കിയിട്ട് നന്ദുട്ടം പോയിട്ടോ പോയി കഴിഞ്ഞപ്പോൾ സി പറയുന്നുണ്ട് കേട്ടോ, അനി കഴിക്കാനോ കുടിക്കാനോ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ ഇവരോട് പറയണം കോൺസ്റ്റബിളിനെ കാണിച്ചിട്ട്, അത് യഥാസമയം കൊണ്ടുവന്നിരിക്കും. പിന്നെ അനീനെ എങ്ങനെ ഇവിടുന്ന് പുറത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി പറയണ്ടേ, എനിക്ക് അത്ര ധൃതിയൊന്നുമില്ല സാർ. അതെന്താ അപ്പോൾ എനിക്കത് തിരക്കില്ല എന്ന് പറഞ്ഞപ്പോൾ സി ഇതെന്താ ഇങ്ങനെ പറഞ്ഞത് എന്ന് ആലോചിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അല്ല അതെന്താ സാർ അനി അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അല്ല എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടുണ്ടാന്ന് പറഞ്ഞത് സാർ. അനന്തപുരിയിൽ പയ്യന് വേണ്ടി ബുദ്ധിമുട്ടുന്നത് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമല്ല, അതനി മനസ്സിലാക്കണം. അത് മനസ്സിലായി പോയിട്ട് പനിയുടെ മുഖത്ത് വലിയൊരു പുച്ഛഭാവം പോലെയാണ് നമുക്ക് തോന്നുക കേട്ടോ. അത് കഴിഞ്ഞ് ദേവയാനിയാണ് ഈ സമയത്ത് അനന്തപുരിയിൽ വിഷമിച്ചിരിക്കുകയാണ്. നമ്മുടെ ആദർശ് അതിനും കൂടി ഇറങ്ങി വേണ്ടിട്ടോ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ സ്റ്റേഷനിലേക്കാണോ പോണേ അതെന്ന് പറയുമ്പോൾ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിട്ട് ദേവയാനി. വേണ്ടമ്മേ, ഞങ്ങൾ പോയി ആദ്യം കണ്ടിട്ട് നന്ദുവിനോട് സിയോടൊക്കെ ഒന്ന് സംസാരിക്കട്ടെ. അപ്പം നയനെ പറയണ്ടോ, സിയെ നന്ദുവിന് കല്യാണം ആലോചിച്ച് വന്നതല്ലേ, അവൻ്റെ കല്യാണം കഴിയുകയാണെങ്കിൽ പിന്നെ അയാൾ ഞങ്ങളുടെ ബന്ധുവാണ്. അപ്പോൾ ആ പരിഗണന എന്തായാലും ഞങ്ങൾക്ക് തരാതിരിക്കില്ല. എന്തായാലും ശരി, എൻ്റെ കുഞ്ഞ് എത്രയും പെട്ടെന്ന് സ്റ്റേഷനിൽ നിന്ന് പുറത്ത് വരണം, അവന് ജാമ്യം കിട്ടണം. അപ്പോൾ പറയണ്ട കേട്ടോ, സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നണേ, അവൻ അങ്ങനത്തെ ഒരു കാര്യം ചെയ്തു വെച്ചിരിക്കണേന്ന് പറയുന്നുണ്ട്. അപ്പം ദേവേനെ പറയണ്ടിട്ട്, അവൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് തക്കതായൊരു കാരണം ഉണ്ടാവും മോനെ. അവനെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ അവൾ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവും. അതൊക്കെ നീ അവിടെ ചെല്ലുമ്പോൾ അവൻ പറഞ്ഞ് മനസ്സിലാക്കി തരും. അവളുടെ കാരണത്തിന് രണ്ടെണ്ണം പൊട്ടിക്കണമെന്ന് പലപ്പോഴും ഞാൻ വിചാരിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ തന്നെ നിയന്ത്രിക്കുകയായിരുന്നു. അവൾ ചെയ്ത തെറ്റുകൾക്ക് അവൻ്റെ കാരണത്തടിക്കല്ലേ അവളെ കൊല്ലുക വേണ്ടത്. അപ്പം നയനെ പറയണ്ട കേട്ടോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ അമ്മേ, ഇപ്പം ഗ്രൗണ്ടിൽ വെച്ചിട്ടല്ലേ അവളെ തല്ലിയത്, അവിടെ അവൾക്കാണ് ബലം കൂടുതൽ. പിന്നെ നമ്മൾ ഒരുപാട് പരിശ്രമിക്കേണ്ടി വരും അനീനൊന്ന് പുറത്ത് കൊണ്ടുവരാൻ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ആദർശ് പറയേണ്ടത്, അമ്മ ഞങ്ങൾ പോയിട്ട് വരാം, പോയിട്ട് വരുമ്പോൾ അവനും കൊണ്ടേ വരാവൂ എന്ന് പറയണ്ട കേട്ടോ ദേവയാനി. അപ്പോൾ ആദർശ് പറയേണ്ടത്, അതിന് വേണ്ടി പരമാവധി ശ്രമിക്കാം അമ്മേ. അങ്ങനെ ആദർശ് അതിനും കൂടി സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സക്കറിയ പറയുന്നുണ്ട്, ദൂരെ നിന്ന് കണ്ടപ്പോൾ ആരെ വരണമെന്ന് മനസ്സിലായി ചോദിക്കുന്നുണ്ട് അലിസമ്മയുടെ അടുത്ത്. ആ അറിയാം സാർ എന്ന് പറയുന്നുണ്ട്. ആ ജയിലിൽ ലോക്കപ്പിൽ കിടക്കാൻ വേണ്ടി ചേട്ടനും എടുത്തിയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അവരിപ്പോൾ വലിയ ഡിസൈനറല്ലേ, അവരെക്കുറിച്ച് ഇടയ്ക്ക് വാർത്തകളൊക്കെ വരാറുണ്ടല്ലോ. അവർ നമ്മുടെ മേഡത്തിൻ്റെ ചേച്ചിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും അടുത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അടുത്ത് ചോദിക്കുന്നത്, എന്താ സാറേ അനീനെ കാണാൻ വന്നാണോ? സക്കറിയ പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ സാറേ, പട്ടപകലെ പെൺകുട്ടികളൊക്കെ തല്ലി കഴിഞ്ഞാൽ വല്ല പ്രശ്നമല്ലേ എന്ന് പറയുന്നുണ്ട്. അതിന് പകരം വീട്ടിയോ ചോദിക്കുന്നുണ്ട് ആദർശേ, അവനാരെയും തല്ലിയോ എന്ന് ചോദിക്കുന്നുണ്ട്. അയ്യോ അനന്തപുരിയിലെ പയ്യനെ ഞങ്ങൾ കൈവയ്ക്കാനോ, അത് വല്ലതും നടക്കണ കാര്യമാണോ സാറേ, അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ അതൊക്കെ ചെയ്യോ? CASA ഒക്കെ ഇവിടെ തന്നെ ഉണ്ട്, അവരെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കേ. ഞാൻ നന്ദുവിനെ കണ്ടിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് നയനെ പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സക്കറിയ പറയുന്നുണ്ട്, CA സാറിനെ ഒന്ന് കണ്ടു സാറേ, അങ്ങേർക്ക് ഈ കേസിലൊന്നും ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, പെണ്ണിന്റെ കാരണത്താണ് കൈവച്ചിരിക്കണേന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, അവനെ കൊല്ലാതിരുന്ന അവളുടെ ഭാഗ്യം. എന്നിട്ട് ആദർശ് അങ്ങോട്ട് പോയപ്പോൾ സക്രിയ എൻ്റെ അൽസമ്മോട് പറയുന്നുണ്ട്, കണ്ടോ ഇതാണ് ചേട്ടൻ. അപ്പോൾ പിന്നെ അനിയനെ പറഞ്ഞിട്ട് കാര്യമില്ല, മൂർത്തി ജ്വല്ലറിയുടെ MD അല്ലേ, അപ്പോൾ അതിനുള്ളൊരു ഹുങ്കൊക്കെ കാണുമല്ലോ. അപ്പോൾ ആദർശ് നേരെ സീറ്റ് എടുത്ത് എത്തിയിട്ട് കേട്ടോ. അപ്പോൾ വേഗം ബഹുമാനത്തിന്, ഓ സാറോ ഇരിക്കും സാർ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ, എല്ലാവരും ഭയങ്കര വിഷമത്തില്ല, അവൻ്റെ അമ്മയെക്കാളും കൂടുതൽ അവനെ സ്നേഹിക്കുന്നത് എൻ്റെ അമ്മയാണ്, ഞങ്ങൾ മടങ്ങി ചെല്ലുമ്പോൾ കൂടെ ഉണ്ടാവണം എന്നാണ് അമ്മ പറയണത്. അപ്പോൾ CA പറയുന്നുണ്ട്, എന്ത് ചെയ്യാനാ സാറേ, പ്രായത്തിൻ്റെ ഒരു പക്വത കുറവുകൊണ്ട് ആ പയ്യൻ ഇങ്ങനെയൊക്കെ കാണിച്ചതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് പറയുന്നുണ്ട്, കാരണമില്ലാതെ ആരുടെയും കാരണത്ത് കൈവയ്ക്കുന്നവനല്ല ഇനി, അയാൾ കാരണമൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും കോടതിക്ക് മുഖവിലേക്ക് എടുക്കാൻ പറ്റില്ല. അയാൾ ചെയ്ത് ചെറിയൊരു തെറ്റായിരുന്നെങ്കിൽ ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം കൊടുക്കായിരുന്നു, അതിന് പോലും പറ്റാത്ത അവസ്ഥയായി പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നത്, സാറിൻ്റെ അധികാരം വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റിയാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ചെയ്യില്ലേ സാറേ, ഞാൻ മാത്രമല്ല ഇവിടെ, സാറിൻ്റെ വൈഫിൻ്റെ അനിയത്തിയില്ലേ, ഞങ്ങൾ രണ്ടാളും നിയമത്തിൻ്റെ എല്ലാ വശങ്ങളെ കുറിച്ച് ചിന്തിച്ചു, പക്ഷേ രക്ഷയില്ല. അതുമാത്രമല്ല ഈ പറയുന്ന പരാതിക്കാരൻ്റെ അച്ഛൻ മുകളിലൊക്കെ വലിയ പിടിപിടിച്ചിരിക്കുക. അപ്പോൾ ആദർശ് പറയണ്ട കേട്ടോ, എൻ്റെ മുത്തച്ഛനൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അതിലും വലിയ പിടിയൊക്കെ പിടിക്കായിരുന്നു. മുത്തച്ഛൻ്റെ ആവശ്യമില്ല, ഞാനും അച്ഛനൊക്കെ അതിനുവേണ്ടി ശ്രമം നടത്തണമെന്ന് ആലോചിക്കുക എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്ത് ശ്രമം നടത്തിയാലും കേസ് ഇതല്ലേ, ആ പെൺകുട്ടിയുടെ കവിളിലാണെങ്കിൽ അനിയുടെ 5 വിരലും പതിഞ്ഞിട്ടുണ്ട്. അതൊക്കെ നിസ്സാരമായിട്ട് തള്ളണ കാലാണോ ഇത്? ഞാനതുകൊണ്ടാണ് നേരത്തെ തന്നെ സാറ് വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞത് ആ പയ്യനൊന്ന് ഉപദേശിക്കണമെന്ന്. ഇതുവരെ അവർ രണ്ടാളും തമ്മിലുള്ള ബന്ധം വേർപിരിഞ്ഞിട്ടില്ല. എന്നിട്ട് അതൊന്നും ഓർക്കാതെയാണ് അയാൾ അവളെ തല്ലിയതും നന്ദുവിൻ്റെ പിറകെ നടക്കുന്നതൊക്കെ. ഇന്ന് ഞാനും നന്ദുവിൻ്റെ അമ്മയും കൂടി ബീച്ചിൽ നടക്കാൻ പോയപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അനി. അതിൻ്റെ തൊട്ട് മുമ്പാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താ സാർ? നന്ദു അവിടെ വരുന്നത് നോക്കി നിൽക്കുമായിരുന്നു അനി. അത് മനസ്സിലാക്കിയിട്ടാണ് നന്ദു റോഡിൽ അവളുടെ അമ്മയായിട്ട് നടക്കാൻ പോയത്. ആ സമയത്ത് നന്ദുവിൻ്റെ അനിയുടെയും നമ്മുടെയൊക്കെ കാലഘട്ടന് അനാമിക എന്ന് പറയുന്ന പെൺകുട്ടി ബീച്ചിൽ വന്നു. അവർ തമ്മിൽ സംസാരമായി. അനി ചെയ്യേണ്ടത് ചെയ്യുകയും ചെയ്തു. സാറ് പറഞ്ഞാൽ ശരി, അത് ഞങ്ങളുടെ ഒക്കെ ഭാഗ്യക്കേടാ. ഞാൻ നന്ദുവിനെ ഒന്ന് കണ്ടിട്ട് അവനെ പോയി കാണാം. അപ്പോൾ സച്ചി പറയണ കേട്ടോ, SP വിളിച്ചിട്ട് പറയാം ഒരു ദാക്ഷിണ്യം കൊടുക്കണ്ടെന്ന്, അതുകൊണ്ടാണ് ലോക്കപ്പിലേ എന്ന് പറയട്ടോ. അപ്പോൾ ആദർശ് പറയണ്ട, മനസ്സിലായി, നിങ്ങൾക്ക് നിങ്ങളുടെ ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് ആദർശ് കഴിഞ്ഞിട്ട് പോയിട്ടോ. അപ്പോൾ നല്ല സന്തോഷമായിട്ട് ചിരിച്ചിരിക്കുകയാണ് നമ്മുടെ സച്ചി. അപ്പോൾ ഈ സമയം നയനി നന്ദുകൂടി സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട്, അവനെ കുറച്ചുകൂടി അവനെ കൺട്രോൾ ചെയ്യായിരുന്നു, അതവൻ ചെയ്തില്ല. പിന്നെ ഇവിടെ അവനെ മാത്രം കുറ്റമായിട്ട് കാര്യമില്ല ചേച്ചി, അവനും ആദർശേട്ടനൊക്കെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന മൂർത്തി മുത്തച്ഛനെയാണ്. ആ മുത്തച്ഛനെ കുറിച്ച് പോലും
വേണ്ടാത്ത വാക്കുകൾ പറഞ്ഞപ്പോഴാണ് അവൻ നിയന്ത്രണം വിട്ട് അവളെ തല്ലിപ്പോയത്. അപ്പോൾ ഇതൊക്കെ കേട്ടിട്ട് നയന് ചോദിക്കുന്നുണ്ട് ഇതിന് കാരണം ആരാന്നറിയാമോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നന്ദുട്ടുണ്ട് പറയുന്നുണ്ട് നീ ഒറ്റ ഒരുത്തിയാന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദിട്ട് ചോദിക്കും ഞാനോ എന്ന് ചോദിക്കുന്നുണ്ട്. നീ എന്തിനാ രാവിലെ നടക്കാൻ പോയത്? അത് പിന്നെ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒരു പിന്നെയില്ല, അനി ഗ്രൗണ്ടിൽ വരാമെന്ന് പറഞ്ഞിട്ടാ നീ അങ്ങോട്ട് നടക്കാൻ പോയത്. പിന്നാലെ അമ്മ വന്നോണ്ടാ നീ പിന്നെ റൂട്ട് മാറ്റിയത്. പക്ഷേ അവിടെയും സത്യം എന്താണെന്ന് ദൈവം ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു. അതുകൊണ്ടാണ് സി എ സച്ചിൻ അങ്ങോട്ട് വന്നതും നിങ്ങൾ കുട്ടി ഗ്രൗണ്ടിലേക്ക് പോയതും. ഗ്രൗണ്ടിൽ അനി ഉണ്ടായിരുന്നെന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ ചേച്ചി എന്ന് പറയുന്നുണ്ട് കേട്ടോ. വേണ്ട, ഇനി അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട. അപ്പോഴേക്കും ആദർശ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട് സ്റ്റേഷൻ ജാമ്യം കിട്ടാൻ ബുദ്ധിമുട്ടാണെന്നാണ് സി എ പറയണതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ പറയുന്നത് അതേ ആദർശേട്ടാ ബുദ്ധിമുട്ടാ. സി എ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയെന്ന് ചെയ്തേനേന്ന് അയാൾ പറയണത്. അപ്പം നന്ദുട്ടൻ പറയുന്നുണ്ട് കേട്ടോ അത് വെറുതെ പറയണത്, അയാളൊന്നും ചെയ്യില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശ് ചോദിക്കുന്നത് നന്ദു നിയമം നിനക്കറിയാലോ, പരസ്യമായിട്ടൊരു പെൺകുട്ടീനെ അനി തല്ലിയത്, പിന്നെ എങ്ങനെ ജാമ്യം കിട്ടാനാ? അപ്പോൾ അനി ജയിലിലേക്ക് പോകുക ആദർശമായിട്ട് ചോദിക്കുന്നുണ്ട് നയന. അപ്പോൾ ആദർശം എനിക്കൊന്നും അറിയില്ല, സാധാരണ ഇങ്ങനത്തെ കേസുകൾ റിമാൻഡ് ചെയ്യാറ് പതിവ്. ശരിയാ ചേച്ചി, ഇനിയിപ്പോൾ അനാമിക കേസില്ല എന്ന് പറഞ്ഞാലേ അവനിവിടെ നിന്ന് ഇറക്കാൻ പറ്റൂ. അപ്പോൾ ആദർശ് പറയണ്ട കേട്ടോ അതിന് അവരങ്ങനെ പറയില്ലല്ലോ, ഒരു ദിവസം അനി ജയിലിൽ കിടക്കണമെന്ന് ആഗ്രഹിക്കണവരാ. ആദർശയുടെ അനി കണ്ടായിരുന്നോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ഇല്ല, അവനൊന്ന് കാണണം, അവൻ ലോക്കപ്പിലാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് അതെ, ലോക്കപ്പിന് പുറത്തിരുത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആ സി എ അതിന് സമ്മതിച്ചില്ല. DYSP അയാളോട് പ്രത്യേകം പറഞ്ഞു എന്നാ പറഞ്ഞേ അനിയനെ ലോക്കപ്പിലിടണമെന്ന്. അതിന് DYSPക്ക് എന്തിനാ അനിയോട് ഇത്ര ശത്രുത എന്ന് ചോദിക്കേണ്ടിട്ട് നയന. അപ്പോൾ പറയുന്നുണ്ട് നന്ദുട്ടൻ DYSPക്ക് അല്ല, അനാമികയുടെ അച്ഛന് പരിചയ ഓഫീസറായിരിക്കും അയാളെ കൊണ്ട് സി എയോട് അങ്ങനെ പറയിപ്പിച്ചതായിരിക്കും, അല്ലെങ്കിൽ അത് സി എയുടെ സംഭാവനയായിരിക്കും. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ അയാൾ അങ്ങനെയൊന്നും ചെയ്യുന്നു തോന്നണില്ലേ മോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നന്ദുട്ടൻ പറയുന്നുണ്ട് ആദർശേട്ടൻ എന്തായി പറയണേ, അയാൾ എന്നെ പെണ്ണ് കാണാൻ വരുന്നതിന് മുൻപ് തന്നെ എന്നോടുള്ള ഇഷ്ടം പലതവണ പ്രകടിപ്പിച്ചിട്ടുള്ളതാണ്. അയാൾക്കും എനിക്കും ഇടയിലേ അനിയുണ്ടെന്നുള്ള തോന്നല അയാൾക്ക്. പിന്നെ ഈ സ്റ്റേഷനിലുള്ള ASI ഉൾപ്പെടെ എല്ലാവരും അയാൾക്കത് മനസ്സിലാക്കി കൊടുക്കണമുണ്ട്. ആ ദേഷ്യം വെച്ചിട്ട് അയാൾ ഓരോന്ന് ചെയ്യുവാണോന്നാണ് എനിക്ക് സംശയം. അപ്പോൾ ആദർശ് ചോദിക്കുന്നു കേട്ടോ ഇപ്പോൾ അവൻ അനാമികനെ തല്ലിയതുകൊണ്ടല്ലേ കേസ് ഉണ്ടായത്, ആ CI പറഞ്ഞു അവനോട് അവളെ പോയി തല്ലാൻ. അപ്പോൾ നന്ദുട്ടൊന്നും മിണ്ടില്ല കേട്ടോ. അപ്പോൾ നയന പറയണ്ട അത് ശരിയാ നന്ദു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ആ CI നന്ദുവിനെ പെണ്ണ് കാണാൻ വന്നതുകൊണ്ട് അയാളുടെ ഭാഗത്ത് തെറ്റുണ്ടെന്ന് നന്ദുവിന് വരുത്തി തീർക്കണം അല്ലേ? അയ്യോ ആദർശേട്ടാ എന്ന് പറയണ്ടേട്ടാ, എനിക്കറിയാം നന്ദുവിന് അയാളെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. അനി ഇത് തെറ്റന്നെയാ, പക്ഷെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിപ്പോയി. ഇനിയിപ്പോൾ ഏതെങ്കിലും വക്കീലിനെ വെച്ചിട്ട് അവനെ ജാമ്യത്തിൽ ഇറക്കിയേ പറ്റൂ. അതിനെന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നന്ദു ചിന്തിക്കേ. ഞങ്ങളെന്തായാലും അവനൊന്ന് കാണട്ടെ, പിന്നെ ലോക്കപ്പിൽ കിടക്കണ അനിയെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കാണാതെ പറ്റില്ലല്ലോ, നീ വാ എന്നും പറഞ്ഞിട്ട് ആദർശ് പോയിട്ടുണ്ട്. എന്നിട്ട് അനിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയാണെങ്കിൽ ഇങ്ങനെ ചുമരും ചാരി കൈയും തലയ്ക്ക് വെച്ചിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേർക്കും ഭയങ്കര വിഷമമായി. എന്നിട്ട് ആദർശ് മെല്ലെ വിളിക്കുന്നുണ്ട് അനി. അപ്പോൾ വിളി കേട്ടപ്പോൾ അനി മെല്ലെ എഞ്ചിട്ട് ഇങ്ങനെ ചെറിയോട് കൂടിയിട്ട് എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഇവർക്ക് ആ വിഷമമായല്ലോ. ആദർശ് പറയുന്നുണ്ട് നീ ഈ അവസ്ഥയിൽ കാര്യങ്ങൾ കൊണ്ടെത്തിച്ചല്ലോടാ, നിനക്ക് കുറച്ച് നിയന്ത്രിച്ചെങ്കിൽ ഈ ഗതി വരായിരുന്നു. ഏട്ടാ എൻ്റെ സ്ഥാനത്ത് ഏട്ടനായിരുന്നെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല ഏട്ടൻ അവളോട് ചെയ്യുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. നമ്മുടെ മുത്തച്ഛനെ വിളിച്ച് അവൾ എന്തൊക്കെ പറഞ്ഞു എന്നറിയോ? അത് കേട്ടിട്ട് സഹിക്കാൻ വയ്യാതെയാണ് ഞാൻ അവളുടെ കാരണത്ത് അടിച്ചത്. അപ്പം നയനെ ചോദിക്കുന്നു കേട്ടോ അനി എന്തിനെന്ന് ഗ്രൗണ്ടിലേക്ക് പോയത്, നടക്കാനാണോ അതോ നന്ദുവിനെ കാണാനാണോ? അമ്മയെ വിളിച്ചപ്പോൾ അമ്മ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു, ഇന്ന് അനി ഗ്രൗണ്ടിലേക്ക് പോയിരുന്നെങ്കിൽ ഇതൊക്കെ സംഭവിക്കുകയായിരുന്നു. അപ്പം അനി പറയണ്ട കേട്ടോ നമുക്കുള്ള വിധി നേരത്തെ ദൈവം കരുതി വെച്ചിട്ടുണ്ട് അടുത്ത്, അതുകൊണ്ട് ഏതൊക്കെ പോയാലും ഇതൊക്കെ തന്നെ സംഭവിക്കുള്ളൂ. അവൾ ഇന്ന് എന്നെ കാണാൻ വേണ്ടി മനഃപൂർവ്വം തന്നെ വന്നതാ, ഇനിയിപ്പോൾ ഗ്രൗണ്ടിൽ വെച്ച് എന്നെ കണ്ടില്ലായിരുന്നെങ്കിൽ അവൾ വേറെ എവിടേക്കെങ്കിലും അവൾ വരുമായിരുന്നു. അവളുടെ ഉദ്ദേശം തന്നെയായിരുന്നു തല്ലായിരുന്നു വാങ്ങിക്കുക എന്നിട്ട് കേസ് കൊടുക്കുക. എടാ ഇപ്പം നമ്മൾ ഡിവോഴ്സിന് പോയാലും അവളുടെ ഭാഗത്ത് ഇങ്ങനെ ഒരു കാരണം പറയുന്നുണ്ടല്ലോ, നീ അവിടെ ഇതിന് മുമ്പും പലതവണ തല്ലിയെന്ന് പറഞ്ഞാൽ കോടതി വിശ്വസിക്കില്ലേ? ഇപ്പതാ അതിന് വ്യക്തമായ തെളിവുണ്ടായി. അപ്പം അനി പറയണ്ട കേട്ടോ ജയിലിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ ഞാൻ കിടന്നോളാം ഏട്ടാ, എന്നാലും ഞാൻ സ്നേഹിക്കുന്നവർ ആരെങ്കിലും മോശം പറഞ്ഞാൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല. അപ്പം നയന പറയണ്ട കേട്ടോ അതുപോലെ തന്നെ അനി മറ്റുള്ളവരുടെയും കാര്യം, അനിയെ സ്നേഹിക്കുന്നവരാ മിക്ക വീട്ടിലുള്ളവർ. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ തീർത്ഥാടനത്തിന് പോയോണ്ട് ഇവരറിഞ്ഞിട്ടുമില്ല. അവരറിയുമ്പോഴോ അതിനെപ്പറ്റി ഒന്നും അനി ചിന്തിക്കുന്നില്ല. അപ്പം അനി ചോദിക്കണ്ട കേട്ടോ സംഭവിക്കേണ്ടതൊക്കെ സംഭവിച്ചില്ല ഇടത്തെ, ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യമുള്ളത്? ഞങ്ങൾ തിരികെ ചെല്ലാൻ കാത്തിരിക്കാൻ നിൻ്റെ വല്യമ്മയൊക്കെ, അവരോടൊക്കെ ഞങ്ങൾ എന്ത് സമാധാനം പറയും? ഇനിയിപ്പോൾ ഏതായാലും നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാൻ പറ്റുമോ ഏട്ടാ എന്ന് പറയണ്ട കേട്ടോ. അതിന് കോടതിയിൽ നിന്ന് അനുവദിക്കുമോ? ഇത് അങ്ങനെ ഒരു കേസായി പോയില്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ അനി പറയേണ്ട റിമാൻഡ് ചെയ്യണേ അങ്ങനെ ചെയ്യട്ടെ ഏട്ടാ, കുറച്ച് ദിവസം പോയി ജയിലിൽ കിടക്കാം. അപ്പോൾ അത് ചോദിക്കും നീ എന്തിനാ ഞങ്ങളെങ്ങനെ വേദനിപ്പിക്കണേ, നിനക്ക് 3 ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടില്ലേ, അവിടെ പോയി ഇരിക്കാൻ മേലായിരുന്നോ? നീ നല്ല രീതിയിൽ നിന്നെ ഏൽപ്പിച്ച് ജോലി ചെയ്തിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുമായിരുന്നോ? ഏട്ടാ ഇനി ഡ്യൂട്ടി സമയത്തല്ലല്ലോ ഏട്ടാ ഞാൻ ഗ്രൗണ്ടിലേക്ക് പോയത്, അതിരാവിലെ അല്ലേ എന്ന് ചോദിക്കണ്ട കേട്ടോ. ഇനി ഒരു കാരണവശാലും ഞാൻ ഇല്ലാതെ ഗ്രൗണ്ടിലേക്ക് പോരുത്, ഒറ്റയ്ക്കുള്ള നടന്ന് നിർത്തിക്കോ എന്ന് പറഞ്ഞിട്ടോ ആദർശ്. അപ്പം നയന പറയണ്ട ഞങ്ങൾ പോയിട്ട് വരാനി എന്ന് പറഞ്ഞിട്ട്, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട ഇവിടെ നന്ദുണ്ടല്ലോ. അപ്പോൾ ആദർശ് പറയുന്നത് നന്ദുവിനെ കാണാനാണ് ഈ പണി ഒപ്പിച്ചെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ അനി പറയണേ അങ്ങനെയൊന്നുമില്ല, ആനിയുടെ കാര്യമൊന്നും പറയാൻ പറ്റിയില്ല, ആ രീതിയിലാണ് നിൻ്റെ പോക്ക്, പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത് നയന. അങ്ങനെ രണ്ടുപേരും കൂടി അവിടെ നിന്ന് വിഷമിച്ച് പോയിട്ടുണ്ട് കേട്ടോ.
എന്നിട്ട് നയനെ ചോദിക്കണം ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാ ചേട്ടാ, സ്റ്റേഷൻ ജാമ്യമൊന്നും കിട്ടില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദുവിനോട് ചോദിക്കണം ഇനിയിപ്പോൾ എന്താ നന്ദു നമ്മൾ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നന്ദു പറയുന്നുണ്ട് മുത്തച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ കോടതിയിലേക്കൊന്നും കാര്യങ്ങൾ വലിച്ചഴിക്കണ്ടല്ലോ. അപ്പോൾ പറയുന്നുണ്ട് കേട്ടോ എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ മുത്തച്ഛനും പോയിരിക്കുക, ഇനിയിപ്പോൾ നാളെ വരൂ. അതിനിടയിൽ ഇത് പറഞ്ഞ് എന്തിനാ അവരുടെ മനസ്സമാധാനം കളയണേ, അവർ യാത്ര മുടക്കാൻ എന്തിനാ? അല്ല മറ്റു മാർഗ്ഗമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം നയന പറയുന്നുണ്ട് അവൾ മനഃപൂർവ്വം അനിയനെ ചൊരിപ്പിക്കാനായിരിക്കും അങ്ങനെ ചെയ്തതെന്ന് പറയുന്നുണ്ട്. അത് ഉറപ്പല്ലേ ചേച്ചി, അല്ലെങ്കിൽ എന്തിനാ അവൾ ഗ്രൗണ്ടിലേക്ക് വന്നത്? അപ്പോൾ ആദർശ് അപ്പോൾ അനിയനെ കുറ്റം പറയുന്നത് കേട്ടോ. അവർ ബന്ധം പിന്നിട്ടില്ല എന്നുള്ളൂ, പക്ഷേ ഒരു ബന്ധമില്ല ഇപ്പോൾ. ആ നിലയ്ക്ക് അവൾ പ്രകോപിപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ ഇവനൊന്ന് നിയന്ത്രിക്കണമായിരുന്നു. അപ്പം നയനെ ചോദിക്കട്ടെ കേട്ടോ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് ആദർശേട്ടൻ നീ പറയണത്? മുത്തച്ഛനെ പറ്റി അവൾ മോശമായിട്ട് സംസാരിച്ചത്, അങ്ങനെ ആരെങ്കിലും സംസാരിച്ചാൽ ആദർശേട്ടനെ നിയന്ത്രിക്കാൻ പറ്റുമോ? നന്ദോട്ടനും പറയണ്ടിട്ട് അത് ശരിയാ, അല്ലെങ്കിൽ അവളെ തല്ലില്ലായിരുന്നു എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് പറയും ഇനിയിപ്പോൾ എന്തായാലും ശരി, കേസ് ഇതായതുകൊണ്ട് ജാമ്യം കിട്ടാൻ പ്രയാസമാണ്. ഇപ്പോൾ ലോക്കപ്പിൽ കിടക്കുന്നത് തന്നെ കണ്ടിട്ട് എനിക്ക് വയ്യാണ്ടായിരിക്കുക. ഇനിയിപ്പോൾ ഞാൻ ഉൾപ്പെടെ അവനെ സ്നേഹിക്കുന്നവരൊക്കെ അവനെ പോയി ജയിലിലേക്ക് പോയി കാണുക എന്ന് പറഞ്ഞാൽ അതൊന്നും ആലോചിക്കാൻ പറ്റില്ല. അപ്പം നന്ദോട്ടൻ പറയണ്ടിട്ടോ ആദർശേട്ട ഈ സമയത്ത് വെറുതെ ഇമോഷണൽ ആവല്ലേ, നമുക്ക് എന്തെങ്കിലും വഴി ഉണ്ടാക്കാം ആദർശേട്ടാ. അങ്ങനെ എന്തെങ്കിലും വഴി നീ നന്ദു പറഞ്ഞതാ, ഞാൻ ആ വഴിക്ക് പോകോളാം. നീ പറയുന്നത് നന്ദുവിന് പോലും ഒരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പറ്റുന്നില്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ എന്നെ ചോദിക്കുന്നുണ്ട് ഏതെങ്കിലും എടുക്കണ ഒരു വക്കീലിനോട് ആലോചിച്ചാൽ അത് എത്ര കൊണ്ട് സക്സസ് ആവുമെന്ന് പറയാൻ പറ്റില്ല. എന്നിട്ട് നന്ദുവിനോട് പറയണ്ടോ പക്ഷേ ഈ സ്റ്റേഷനിലെ സി എത്ര കുഴപ്പക്കാരനോ അല്ലേ നന്ദുവിന് കല്യാണം കഴിക്കാൻ പോണത് കൊണ്ട് അയാളുടെ വയസ്സിൽ നിന്ന് സപ്പോർട്ട് കിട്ടും. അപ്പോഴും നന്ദു പറയണ്ടോ എനിക്ക് അങ്ങനെ തോന്നുന്നില്ല ആദർശേട്ടാ, അയാൾക്ക് ഒരു ഇരട്ടത്താപ്പുള്ളത് പോലെ എനിക്ക് തോന്നിയതെന്ന് പറയണ്ടോ. അപ്പം നയനെ പറയും നീ അങ്ങനെയൊന്നും പറയണ്ട, നീ അയാളെ ഒഴിവാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പലപ്പോഴും അമ്മ പറഞ്ഞിട്ടുണ്ട്. ആ നയനെ നമുക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്ന നോക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയം അനന്തപുരിയിൽ എല്ലാവരും വിഷമിച്ചിരിക്കണം. അതിൻ്റെ ഇടയ്ക്ക് ജലജ വന്ന് ഇതൊക്കെ കണ്ടിങ്ങനെ സന്തോഷിച്ച് നിൽക്കുന്നുണ്ട് എല്ലാവരും മുഖഭാവം കണ്ടിട്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അജയേട്ടൻ്റെ ഭാഗത്ത് തെറ്റ്, ഇതുവരെ മോനെ പറഞ്ഞ് തിരുത്താൻ ശ്രമിച്ചിട്ടില്ല. അവളെ കല്യാണം ആലോചിച്ച് ഒരുത്തം വന്നു, അവളുടെ സ്റ്റേഷനിൽ അന്യുള്ളൊരു സി ഐ, എന്നിട്ടും അന്യ എന്തിനാ അവളുടെ പിന്നാലെ നടക്കണത്? അതുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കണത്. ഇനിയിപ്പോൾ ആ സി ഐ മനഃപൂർവ്വം അവനെ പിടിച്ചു വെക്കുമെന്ന് കൂടിയും പറയാൻ പറ്റില്ല. വേറെ ഒന്നും കൊണ്ടല്ല, അച്ഛൻ സ്റ്റേഷനിൽ പോയിട്ട് അയാളെ മനസ്സിലല്ലേ അനിയെ തല്ലിയ ശേഷം. അപ്പോൾ ദേവയാനി പറയണ്ട കേട്ടോ അതിന് എൻ്റെയും പേടിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയുന്നുണ്ട് സി ഒരു മാനിയാണെന്ന് ആദർശ് പറഞ്ഞേ. അത് ഉറപ്പല്ലേ എന്ന് നോക്കിയിട്ട് ജലജ, അല്ലെങ്കിൽ അയാൾ കെട്ടാൻ പോണ പെണ്ണിൻ്റെ പിന്നാലെ അനി നടന്നാൽ ഇടിച്ച് സൂപ്പാക്കില്ലേ? എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ തല്ലിയ എന്തുണ്ടാവും എല്ലാവർക്കും അറിയണതല്ലേ, എന്നിട്ട് എന്തിനാണാവോ അവളെ തല്ലിയത്? അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ പറയണ്ട കേട്ടോ അങ്ങനത്തെ രീതിയിൽ സംസാരങ്ങൾ അവളെ നാവുന്ന് വന്ന് കാണും, അതുകൊണ്ടായിരിക്കും തല്ലിയത്. അപ്പോൾ അജയൻ പറയണ്ട കേട്ടോ അതെ നല്ലതൊന്നും വരുന്ന നാവുന്നല്ലോ അവളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ. അപ്പോൾ ദേവയാനി പറയണ്ട അവൾ മനഃപൂർവ്വം അനിയുടെ കയ്യിൽ നിന്ന് തല്ലി കൊള്ളാൻ വേണ്ടി പോയതാണെന്നാണോ എൻ്റെ സംശയം. അങ്ങനെ അവൻ തല്ലിയിലത് കേസാക്കാൻ പറ്റൂ? അപ്പോൾ ജാനകി പറയണ്ടിട്ട് എല്ലാവരും എന്നും അവളുടെ കുടുംബത്തെയാണ് വിമർശിക്കുന്നത്. അനാമിക വീട്ടിലേക്ക് വന്നതിന് ശേഷം ആ കൊച്ചിന് സ്വസ്ഥത കൊടുത്തിട്ടില്ല. അത് പറഞ്ഞപ്പോൾ അജയൻ ദേഷ്യം വന്നിട്ട് നിർത്ത്, ഇനി അവളെ ന്യായീകരിക്കണ്ട, ഈ കുടുംബത്തിൻ്റെ അടിത്തറ കൊണ്ടാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നത്, അല്ലാതെ ഈ കുടുംബം നന്നാക്കാനല്ല. അപ്പോഴേക്കും ആദർശിൻ്റെ നയനെ കാറ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും അങ്ങോട്ട് നോക്കുകയാണ് കേട്ടോ, അനിയും വന്നിട്ടുണ്ടാവും എന്നുള്ള ഇതോട് കൂടിയിട്ട്. അപ്പോൾ നോക്കിയപ്പോൾ രണ്ടുപേരും ഇറങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ജാനകി പറയണ്ട അയ്യോ എൻ്റെ കുഞ്ഞു വന്നില്ലല്ലോ, അവന് ജാമ്യം കിട്ടിയില്ലേ? എന്തായി മോനെയും ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ സ്റ്റേഷൻ ജാമ്യം കിട്ടില്ല എന്നാണ് സി ഐ പറഞ്ഞത്. സാരില്ല നമുക്ക് നാളെ കോടതിയിൽ നിന്ന് ജാമ്യം എടുക്കാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജാനകി ചോദിക്കട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ കുഞ്ഞ് അവിടെ ഇരിക്കേണ്ടി വരുമോ? അപ്പോൾ നയന പറയണ്ട കേട്ടോ അനീന അവരാരും ഒന്നും ചെയ്തിട്ടില്ല, പിന്നെ നന്ദോടെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് അതാണ് എൻ്റെ പേടി, കാരണം എൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛൻ പറയണു നീ ഒന്നും ഉണ്ടായിരുന്നേ, നിൻ്റെ കുഞ്ഞിൻ്റെ ജീവിതം തകർന്നതേ നന്ദു കാരണമൊന്നുമല്ല, നീ ഇപ്പോഴും സ്നേഹിക്കുന്നതിൻ്റെ മരുമോള് കാരണമാണ്. അപ്പോൾ ജാനകി പറയുന്നുണ്ട് നാളെ അനി ജയിലിലേക്ക് പോകുമ്പോഴേ എല്ലാവരും ഇതന്നെ പറയണം, അവളൊരു രസയാണല്ലോ, എന്നിട്ട് അവൾക്ക് പോലെ ഈ സമയത്ത് അനിയെ രക്ഷിക്കാൻ പറ്റുന്നില്ലല്ലോ. ഇത് നയനെ നോക്കിയിട്ട് പറയുന്നത് നന്ദി കേട്ടവളെ നിൻ്റെ അനിയെത്തി, നീ നോക്കിക്കോ അവൾ ആ സി എയും കൂടിയിട്ട് എൻ്റെ കുഞ്ഞിനെ ജയിലിലാക്കും, അങ്ങനെ അനി ജയിലിലായി ആ സി എ ആയിട്ട് ഒന്നിക്കാൻ പറ്റുമെന്ന് അവൾക്കറിയാം. അപ്പം നയന പറയുന്നുണ്ട് നന്ദുവിനെ ഒട്ടും മനസ്സിലാക്കാണ്ട് ഇളയമ്മയെ സംസാരിക്കുന്നതെന്ന് പറയുന്നുണ്ട്. എനിക്ക് അവളെ മൊത്തം മനസ്സിലായിടി, അവളെ മാത്രമല്ല നിന്നെ എനിക്ക് മനസ്സിലായി. പുറമേ അനിയത്തിനെ കൊണ്ടുവരാൻ താല്പര്യമില്ല, ഞങ്ങൾക്ക് പിന്നാലെ അവൾ ഇങ്ങോട്ട് വരണ്ടെന്നൊക്കെ പറയും, എന്നാൽ ഉള്ളിൻ്റെ ഉള്ളിലേ അവളെ ഇങ്ങോട്ട് കൊണ്ടുവരണം തന്നെ നിൻ്റെയൊക്കെ ആഗ്രഹം. അതും പറഞ്ഞ് ജാനകി ചാടി തുള്ളി അകത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛൻ പറയുന്നത് മോളെ നീ അതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞാനൊന്നും കാര്യമാക്കില്ല ഇളയച്ച, ഈ അവസ്ഥയിൽ ഏതൊരു അമ്മയും പറയണത് തന്നെ ഇളയമ്മയും പറഞ്ഞത്. അത് കഴിഞ്ഞ് ആദർശിൻ്റെ അച്ഛനും ആദർശിനെയും ഇളയച്ചനെയും കൂട്ടിയിട്ട് പുറത്തേക്ക് പോയിട്ടുണ്ട് കേട്ടോ. അവർ പോയപ്പോൾ ജലജ പറയുന്നുണ്ട് ഹോ എങ്ങനെ പോയിക്കൊണ്ടിരുന്ന വീടാത്, ആ വീട്ടിൽ പാകം താറുമാറായില്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ദേവേനി പറയുന്നുണ്ട് എല്ലാ വീട്ടിലും ഇങ്ങനത്തെ സാഹചര്യങ്ങളുണ്ടാവും, ആ വീടിനുള്ളിലുള്ളവർക്ക് സമയദോഷം ഉണ്ടാകുമ്പോൾ പലരും ചിലപ്പോൾ നമ്മളെ പഴിച്ചെന്ന് വരും, കളിയാക്കിയെന്നും വരും, അതൊന്നും കാര്യമാക്കേണ്ട ആവശ്യമില്ല, സമയമാകുമ്പോൾ എല്ലാം നേരെയായിക്കോളും. ഇപ്പോൾ ജലജ പറയണ്ടോ സമയമൊന്നും മാറണ്ട, അനിയൊന്നും മാറി ചിന്തിച്ചാൽ മതി. എന്ത് ചെയ്യാനാ, കുടുംബത്തിന് പേട്ടനെ കൂടി മത്സരിച്ച് ആ പേരുദോഷം ഉണ്ടാക്കി തരുന്നത്. പക്ഷേ ഇപ്പോഴും വീട്ടിനകത്ത് പുകഞ്ഞു കൊള്ളി എൻ്റെ അബിയ. അപ്പോൾ ദേവേനി പറയണ്ടോ അതിൻ്റെ സംശയം, അവൻ പുകഞ്ഞു കൊള്ളി തന്നെയാണ്, അവനെ വളർത്തിയ നീയും. നിങ്ങൾ രണ്ടാളും ഈ വീട്ടിലില്ലായിരുന്നെങ്കിലേ ഈ വീട്ടിലെ പ്രശ്നങ്ങളും മിക്കവാറും ഒഴിഞ്ഞു കിട്ടിയേനെ. അപ്പോൾ ജലജ ചോദിക്കണ്ട കേട്ടോ ഏടത്തി എന്തായി പറയണത്, ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയത് ഞാനും അബിയും കൂടിയാണെന്നോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നയന പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിൽ രണ്ടാളുണ്ടോയെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴേക്കും ആദർശിനി അനിയും പിന്നെ നിൻ്റെ അനിയത്തി നീ ന്യായീകരിച്ചോളണം. എന്നിട്ട് വീണ്ടും അബീനെ തരം താഴ്ത്ത നീ പോയി പറ ആദർശിനോട്.
എനിക്ക് എൻ്റെ കുഞ്ഞിനൊരു നിയമം, ബാക്കിയുള്ളവർക്കൊക്കെ വേറെ നിയമം. അനാമിക പറഞ്ഞ പോലെ വല്ലാത്തൊരു വീട് തന്നെയത്, ലോകത്ത് എവിടെ ഇല്ലാത്തൊരു വീട്. അതും പറഞ്ഞ് ജലജ ചാടിത്തുള്ളി പോയി. അപ്പോൾ ദേവയാനി പറയേണ്ടത് അതിനോട്, അവൾ പറയുന്നതൊന്നും മോള് കാര്യമാക്കണ്ട, എനിക്ക് അനിയുടെ കാര്യം ആലോചിക്കുമ്പോഴാണ് സഹിക്കാൻ പറ്റാത്തത്. മോളെ അവൻ ലോക്കപ്പിനകത്താണോ പുറത്താണോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നയന വേണ്ട അത് പിന്നെ ലോക്കപ്പിനകത്താ എന്ന് പറയുമ്പോഴേക്കും ദേവയാനിക്ക് ഒന്നുകൂടി വിഷമായി. നന്ദുണ്ടായിട്ടും അവനെ ലോക്കപ്പിലാക്കിയോ എന്ന് ചോദിക്കണ്ട കേട്ടോ. അപ്പോൾ നയന പറയേണ്ട അവർക്ക് അവരുടേതായ രീതികളുണ്ടല്ലോ. പിന്നെ CI പറഞ്ഞു മുകളിൽ നിന്നൊക്കെ വിളിയുണ്ടായിരുന്നു എന്ന്. SPD മറ്റും അവരാരെങ്കിലും മിന്നൽ പരിശോധന നടത്തുമ്പോൾ അനിയനെ വെളിയിലിരുത്തി കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമാവില്ലേ? അത് മാത്രമല്ല ആ വേണു അനമ്മയൊക്കെ വരികയാണെങ്കിൽ അവർ വിളിച്ച് തലപ്പത്തോട്ടൊക്കെ പറഞ്ഞൊന്നും വരും. അതുകൊണ്ട് നിയമം തെറ്റിക്കാതിരിക്കാൻ അനിയനെ അകത്തിട്ടിരിക്കുക. അവരവനെ തല്ലിയൊന്നും ഇല്ലല്ലോ അല്ലേ മോളെ ചോദിക്കുന്നുണ്ട്. ഇല്ലമ്മേ. സമയം ആണുങ്ങൾ 3 പേരും കൂടി ചർച്ച ചെയ്യാൻ കേട്ടോ അഡ്വക്കേറ്റിനെ കുറിച്ചിട്ട്. അപ്പോൾ പറയുന്നത് അഡ്വക്കേറ്റ് രാജീവാണ് നമ്മുടെ മിക്ക കേസുകളും വാദിക്കുന്നത്. കമ്പനിയിൽ നിന്ന് വരുന്ന കേസൊക്കെ നമ്മൾ ഇതുവരെ ജയിച്ചിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ നമ്മുടെ ഭാഗത്താണ് ന്യായം. എന്നാൽ അനാമിക എത്ര മോശം പെണ്ണാണെന്ന് പറഞ്ഞാലും അവളുടെ കാരണത്ത് തല്ലിയ അനിയുടെ പ്രവൃത്തിനെ ന്യായീകരിക്കാൻ പറ്റില്ല. അത് കോടതി മുഖവിലേക്ക് എടുക്കുക തന്നെ ചെയ്യും എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനിയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട് രാജീവ് വിചാരിച്ച ജാമ്യം കിട്ടില്ല ചേട്ടാ. അപ്പോൾ ആദർശ് പറയുന്നുണ്ട് കേട്ടോ എന്തായാലും വക്കീലിനൊന്നും പോയി കാണണം. അപ്പോൾ അനിയുടെ അവസ്ഥയും അനാമികയുടെ പ്രവൃത്തി ദോഷമൊക്കെ കൂടി പറയുമ്പോൾ ചിലപ്പോൾ എന്തെങ്കിലും കൂടുതലൊരു അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യാതിരിക്കാനും സാധ്യതയുണ്ട്. അത് മാത്രമല്ല മോനെ, ദേവയാനി ഏതെങ്കിലും രീതിയിൽ കേസ് കോംപ്രമൈസ് ചെയ്യണമെന്ന് പറഞ്ഞ് നടക്കുക. അവരുടെ എതിർഭാഗം വക്കീലിന് പോയി കാണുമെന്ന് പറയാൻ പറ്റില്ല. അപ്പം അജയൻ പറയുന്നുണ്ട് കേട്ടോ ഇടത്ത് ഇങ്ങനെ താഴ്ന്നു കൊടുക്കരുതെന്നാണ് ഞാൻ പറയണേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആദർശിൻ്റെ അച്ഛൻ ചോദിക്കുന്നത് താഴ്ന്നു കൊടുക്കരുതെന്ന് പറഞ്ഞാൽ എങ്ങനെയാ ചെയ്യുക? അനി ജയിലിൽ കിടക്കണം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുമോ? അവനങ്ങനെ ജയിലിൽ കിടക്കേണ്ട പയ്യനാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദർശ് ചോദിക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ജയിലിൽ കിടക്കേണ്ടതേ അനാമിക അവളുടെ അച്ഛനോ? അങ്ങനെയുള്ളവർ ഒരു തെറ്റും ചെയ്ത് നിൻ്റെ മോനെ ജയിലിൽ കിടത്തണ്ടേ നമ്മളെ സംബന്ധിച്ച് മരണ തുല്യത്. അനി ജയിലിലേക്ക് പോയാലേ ഈ വീടൊരു മരണ വീട്, അത് നീ മറക്കണ്ട. അങ്ങനെ ആലോചിക്കാനൊന്നും ചെയ്തിട്ട് കാര്യമില്ല. എങ്ങനെയും അവനെ പുറത്ത് കൊണ്ടുവരാൻ നോക്കണം എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇളയമ്മ എപ്പോഴും അവളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നന്ദുവിനെ ഇങ്ങോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നയനെ കളിക്കുന്ന നാടകമാണെന്നാ ഇപ്പോഴും ഇളയമ്മ പറയണത്. ആ തെറ്റിദ്ധാരണ ഇനി അനുഭവത്തിലൂടെ മാറുന്നെങ്കിൽ മാറട്ടെ. ഞാൻ എന്തായാലും വക്കീലിനെ കണ്ടിട്ട് വരാം. അപ്പം ആദർശിൻ്റെ അച്ഛൻ പറഞ്ഞു ഞാനും വരാൻ മോനെന്ന് പറഞ്ഞിട്ട് 2 പേരും കൂടി അഡ്വക്കേറ്റിനെ കാണാൻ പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയം അനാമിക അച്ഛനും കൂടിയിട്ട് അവരുടെ അഡ്വക്കേറ്റിനെ കണ്ടിട്ട് അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇന്നൊരു ദിവസം ലോക്കപ്പിൽ കിടക്കും, ഇന്നെന്തായാലും കോടതി കേസെടുക്കില്ല. പിന്നെ നാളത്തെ കാര്യം അത് നമുക്ക് നാളെ നോക്കാം. അവന് ജാമ്യം കിട്ടും സാറേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ പബ്ലിക് പ്രോസിക്യൂട്ടർ ഞാൻ തന്നെയാണ്, പക്ഷേ ഡിഫൻസ് വക്കീൽ സ്ട്രോങ് ആയിരിക്കും. ഇടോ ജാമ്യം കിട്ടിയാലും കേസ് തീരത്തില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടത് നഷ്ടപരിഹാരമാണ് സാറേ, നല്ല കോമ്പൻസേഷൻ കിട്ടണം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വക്കീൽ പറയേണ്ട അനന്തപുരി തറവാടിൻ്റെ ആസ്തി എത്രയാണെന്ന് അവർക്ക് പോലും നിശ്ചയമുണ്ടാവില്ല. ഈ അടുത്ത ലിസ്റ്റ് എടുത്ത സമയത്ത് കേരളത്തിലെ ഏറ്റവും വലിയ കോടീശ്വരന്മാരുടെ ലിസ്റ്റിൽ അവരും വന്നിട്ടുണ്ട്. 3ഓ 4ഓ സ്ഥാനമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക പറയേണ്ടത് 3ആം സ്ഥാനമാണ്. അങ്ങനെയുള്ളവർക്ക് കോടികൾ വലിയ കാര്യമൊന്നുമല്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛൻ വേണു പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഒരു 10 കോടി ആവശ്യപ്പെടാല്ലേ സാറേ? 10 കോടി കുറഞ്ഞു പോയില്ലേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നത് 10 കുറഞ്ഞു പോയി ചോദിക്കുന്നുണ്ട്. കുറഞ്ഞു പോയെങ്കിൽ പോട്ടെ, 10 കോടിയെങ്കിൽ 10 കോടി. ഇതുപോലെയുള്ള ആൾക്കാർ എന്തായാലും ആത്മാഭിമാനത്തിന് വില കളിപ്പിക്കണോണ്ടേ പെട്ടെന്ന് കോംപ്രമൈസിന് തയ്യാറാവും. അപ്പം അനാമിക പറഞ്ഞിട്ട് അങ്ങനെ വിശ്വാസം എനിക്കില്ല സാർ. അതെന്താ ചോദിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സാറിനോട് പറഞ്ഞല്ലോ, ചാനലിലൂടെ ഞാൻ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ മൊത്തൊരു ചിത്രം സമൂഹത്തെ അറിയിച്ചതാ. അതിനുശേഷം ശക്തമായ തീരുമാനങ്ങൾ അനന്തമൂർത്തി എടുക്കാൻ തുടങ്ങിയത്. അതെ അതിനുശേഷം നാണക്കേട് ഒഴിവാക്കാൻ മോളെ ഞങ്ങളുടെ വീട്ടിൽ വന്ന് വിളിച്ചു കൊണ്ടുവന്ന് കരുതിയിട്ട് മോളെ എന്നേക്ക് ഒഴിവാക്കുക അയാൾ ചെയ്തത്. അപ്പോൾ വക്കീൽ പറയണ്ട കേട്ടോ അയാൾ കുറച്ച് ബോൾഡാ, പക്ഷേ ഇവിടെ അയാൾ ഏറ്റവും സ്നേഹിക്കുന്ന കൊച്ചുമോനാ ജയിലിലേക്ക് പോകാൻ പോണത്. അങ്ങനെ ഒരു അവസ്ഥയിൽ ചാഞ്ചാട്ടം ഉണ്ടാവിടെ വേണു. അയാൾ കൊച്ചുമോന് വേണ്ടി നിങ്ങളുടെ മുമ്പിലേക്ക് വരും. ആ സമയത്ത് ചിലപ്പോൾ അയാൾ ഓഫർ ചെയ്യാൻ പോണതേ 10 കോടിയൊന്നും ആയിരിക്കത്തില്ല. അപ്പോൾ വേണു എന്തായാലും പറയണ്ട കേട്ടോ എന്തായാലും എൻ്റെ മോളുടെ ജീവിതം പോയി, അവൾക്ക് ഇനി 2ാം ഘട്ടമല്ലേ നടക്കത്തുള്ളൂ എന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ വക്കീൽ പറയേണ്ടത് ഇവിടെ മോൾക്കൊരു കുഞ്ഞും കൂടി ഉണ്ടായിരുന്നെങ്കിലേ അവൻ നഷ്ടപരിഹാരം മാത്രമല്ല ജീവിതകാലം മുഴുവൻ അമ്മയ്ക്കും കുഞ്ഞിനും ചിലവിനോട് കൊടുക്കേണ്ടി വന്നേനെ. അപ്പോൾ അനാമികയും വേണും പരസ്പരം നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയേണ്ട വക്കീൽ പറയേണ്ടത് എന്തായാലും ഇത് കഴിഞ്ഞ ഉടനെ ഡിവോഴ്സിനെ കുറിച്ച് ചിന്തിക്കാം. ഇനിയിപ്പോൾ അങ്ങോട്ട് വക്കീൽ നോട്ടീസ് അയച്ചാലും കുഴപ്പമൊന്നുമില്ല. ഡിവോഴ്സിന് മതിയെ കാരണം ഉണ്ടായി കഴിഞ്ഞല്ലോ, നമ്മളാണുള്ളവർക്കെതിരെ ആദ്യം കംപ്ലൈൻറ്റ് കൊടുത്തത്. പിന്നെ അവൻ മോളെ തല്ലിയത് മാത്രമല്ല അതിലുപരി അവൻ മോളോട് ചെയ്തതും ചെയ്യാത്തതുമായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും കംപ്ലൈൻറ്റിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേണു പറയണ്ടേ അതൊക്കെ ഉണ്ടായിരുന്നു സാറേ, പക്ഷേ ഇനിയെല്ലാം നമ്മൾ വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് നടന്നാൽ മതിയായിരുന്നു. ഈ അനന്തമൂർത്തി അയാളുടെ മക്കളും കൊച്ചുമക്കളൊക്കെ കാര്യം വരുമ്പോൾ ഒറ്റക്കെട്ടാ, അവരിനി ഏത് രീതിയിൽ കേസ് ഹാൻഡിൽ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വക്കീൽ പറയണ്ട കേട്ടോ എന്ത് ചെയ്താലും ശരി അവൻ തൻ്റെ മോളെ തല്ലി തന്നെയാണ്, അവരൊക്കെ അപ്പോൾ ഒരു കേസ് നിൽക്കത്തില്ലടോ. എന്തായാലും നിങ്ങൾ പൊക്കോ, നാളത്തെ കോടതി കഴിഞ്ഞിട്ട് അനന്തമൂർത്തി വരും നീ തന്നെയും തൻ്റെ മോളിനെയും കാല് പിടിക്കാൻ. ഞങ്ങൾക്ക് അതിമതി സാറേ. അതിൻ്റെ അവർ പോയിട്ടുണ്ട് കേട്ടോ. ഈ സമയം നന്ദു സിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട്. അപ്പോൾ എന്താ ചോദിക്കുമ്പോൾ പറയുന്നത് ഇന്ന് തന്നെ അനിയനെ സ്റ്റേഷനിൽ കോടതിയിൽ ഹാജരാക്കി ഇവിടെ നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ സി പറയുന്നുണ്ട് അവൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് കഴിയുമ്പോഴേക്കും സമയം വൈകും, ഇനിയിപ്പോൾ കോടതിയിൽ കൊണ്ടുപോയാലും കേസ് എടുക്കത്തില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്ദു ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിക്കോടി സാർ. അപ്പോൾ ആലോചിക്കാട്ടോ ഇനിയിപ്പോൾ കൊണ്ടുപോകാതിരുന്ന് കഴിഞ്ഞാൽ ഇവള് തെറ്റിദ്ധരിക്കും. അപ്പോൾ നന്ദുട്ട് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അത് വേണമെങ്കിൽ ആലോചിക്കാം എന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ പെട്ടെന്ന് അത് ചെയ്യണം സാർ, ഒരിക്കലും ലോക്കപ്പിൽ കിടക്കേണ്ട ആളല്ല ഇനി, എനിക്കവനെ നന്നായിട്ട് അറിയാമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിയോയ്ക്കുണ്ട് നന്നായിട്ടെന്ന് പറഞ്ഞാൽ എന്താ നന്ദു ഉദ്ദേശിച്ചത്? അതല്ല സാർ ഒരു കുഴപ്പക്കാരനല്ല ഇനി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ സിയ പറയുന്നുണ്ട് കുഴപ്പക്കാരനല്ല ഇനി പെൺകുട്ടിയുടെ കാരണത്തടിക്കൂ, അതൊരാണിന് ചേർന്ന പണിയാണോ?
അപ്പോൾ നന്ദിട്ട് പറഞ്ഞു ഈ പറയണ അനാമിക ഉണ്ടല്ലോ മോശക്കാരിയെ പെൺകുട്ടിയാണ് സാർ, അവളെ ആരായാലും കരണത്തടിച്ചു പോകും. അപ്പോൾ സച്ചി പറയുന്നുണ്ട് അങ്ങനെ ഒരുപാട് പെൺകുട്ടികളുണ്ട് ഈ സമൂഹത്തിൽ, പക്ഷെ അവരൊന്നും സ്വന്തം അച്ഛന്മാർ വരെ തല്ലാറില്ല. ഇനിയിപ്പോൾ അങ്ങനെ തല്ലി അച്ഛന്മാർക്ക് വരെ കോടതി കല്ലേണ്ടി വരും. നിയമം അറിയണ നന്ദോട് ഞാനൊന്നും പറഞ്ഞ് മനസ്സിലാക്കി തരേണ്ട കാര്യമുണ്ടോ? അപ്പോൾ നന്ദോട്ടും ചോദിക്കട്ടെ കേട്ടോ, എന്നാൽ പിന്നെ ഞാൻ മജിസ്ട്രേറ്റിൻ്റെ അടുത്തേക്ക് അനിയായിട്ട് പൊക്കോട്ടെ സാർ എന്ന് ചോദിക്കട്ടെ. എന്നാൽ പിന്നെ പോയിക്കോ, സമയം കളയണ്ട. എന്നിട്ട് പോയി കഴിഞ്ഞപ്പോൾ സച്ചി പറയണ്ടിട്ടോ അവളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവനിങ്ങനെ പച്ച പിടിച്ച് നിൽക്കാന്നാണ് തോന്നണത്. അങ്ങനെ നന്നിട്ട് അനിയുടെ അടുത്ത് ചെന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനി ലോക്കപ്പിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ചുരുണ്ടുകൂടി ഇരിക്കുകയാണ്, ആകെ ചുറ്റൂറ് നോക്കിയിട്ട് കേട്ടോ. അപ്പോൾ വിളിക്കും, അനി എന്ന് വിളിക്കും. തിരികെ വന്നപ്പോൾ നന്നിട്ടും പറയണ്ട കേട്ടോ, കോടതി കഴിഞ്ഞുകൊണ്ട് നിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുമ്പിൽ ഹാജരാക്കണം എന്നാ സി ഐ പറയണേ, അവിടെ ചിലപ്പോൾ ജാമ്യം കിട്ടിയേക്കും. അപ്പോൾ അനി പറയണേ എനിക്ക് ധൃതിയൊന്നുമില്ല, നാളെ പോയാൽ മതി, പക്ഷെ നീ ഇവിടെ അടുത്ത് വേണമെന്ന് മാത്രം. അപ്പം എന്നിട്ട് പറയുന്നത് എനിക്ക് നിന്നെ കൊല്ലാനുള്ള ദേഷ്യം ഉണ്ട് കേട്ടോ. സാധാരണ ആൾക്കാർക്ക് പോലീസ് സ്റ്റേഷൻ കയറും തന്നെ ഭയ, ഇത് ലോക്കപ്പിലായിട്ട് അവനൊരു കൂസലും ഇല്ല. ഞാൻ എവിടെയാണോ അവിടെ നീ ഉണ്ടെങ്കിലേ ഞാൻ ഹാപ്പി ആയിരിക്കും, അതിപ്പോൾ നരകമായാലും ശരി. നീ ഇനി എന്ന് നന്നാവും ഇനിയും ചോദിക്കണ്ട കേട്ടോ. എടി ഇവിടെ കിടന്നു കഴിഞ്ഞാലേ എനിക്ക് പല കാര്യങ്ങളും അറിയാൻ പറ്റും. അല്ല നീ സി ആയിട്ട് അടുത്ത് ഇടപഴകണുണ്ടോ എന്ന് എനിക്ക് ഇവിടെ നല്ല കണ്ടുപിടിക്കാൻ പറ്റും. നാണല്ലേ നിനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ? എടി ഞാൻ വെറുതെ പറഞ്ഞതാന്ന് പറയും. അയാൾ നയപരമായിട്ടാണ് എന്നെ അകത്താക്കിയിരിക്കണമെന്നൊക്കെ എനിക്കറിയാം, എന്നാലും കുഴപ്പമില്ല, ഉർവശി ശാപകം ഉപകാരമായിരിക്കുക. അപ്പം നന്നിട്ടും പറയണ്ടേ, എടാ മജിസ്ട്രേറ്റിൻ്റെ അടുത്ത് ജാമ്യം കിട്ടിയില്ല പിന്നെ നിന്നെ റിമാൻഡ് ചെയ്യും, നീ പിന്നെ കിടക്കാൻ പോണത് ജയിലില്ല, അവിടെ പോയി എന്നെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ പറയണേ അത് കുഴപ്പമില്ല, നീ ഇടയ്ക്കിടയ്ക്ക് വന്നാൽ മതി. അങ്ങനെ ഒരു ചിരിച്ച് വർത്താനം പറഞ്ഞ് നിൽക്കണേ ഇടയ്ക്ക് സി ഐ ബാക്കിൽ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പറയണ്ടത് അയാൾ വന്നിട്ടുണ്ട്, സി ഐ അടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അനി ഇങ്ങനെ ചിരിച്ച് നിൽക്കുകയാണ്. അപ്പോൾ പറയണേ അനി ഒരു ദിവസം പോലും അനി ഇതിനോട് കിടക്കണോട് എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ടാണ് നിന്നെ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കണമെന്ന് ഞാൻ നന്ദുവിനോട് പറഞ്ഞത്. ഉടനെ തന്നെ നന്ദു നിന്നെയും കൂട്ടി അങ്ങോട്ട് പോകുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി മനസ്സിലായി ഇവളുടെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് അങ്ങോട്ട് പോകണമെങ്കിൽ ഞാൻ ഹാപ്പിയാണ്. എന്നിട്ട് അനി ചിരിച്ചിട്ട് നന്ദുവിനെ നോക്കിക്കാട്ടോ. അപ്പോൾ ഈ ലോക്കപ്പിൽ കിടക്കാൻ ടെൻഷനൊന്നും ഇല്ലല്ലോ അനിക്ക് എന്ന് പറയണ്ട കേട്ടോ സി ഐ. എനിക്കൊരു ടെൻഷനില്ലേ സാർ, ലോക്കപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് അറിയാനുള്ളൊരു അവസരമല്ലേ, ഇതൊന്നും അത്ര സുഖമുള്ള ഏർപ്പാടൊന്നുമില്ല എന്ന് പറയണ്ട കേട്ടോ സി ഐ. പിന്നെ ആ പെങ്കൊച്ചി തന്ന കംപ്ലൈൻറ്റ് വെച്ച് നോക്കിയാലേ ജാമ്യം കിട്ടാൻ പ്രയാസം. അല്ലേ സാറേ, ഈ ജമ്മൻ ജയിലിൽ കിടക്കാനുള്ള വിധി ഉണ്ടെങ്കിലേ അത് നടന്നല്ലേ പറ്റുള്ളൂ. നീ ഒരു പ്രത്യേക ടൈപ്പ് തന്നെയാന്ന് പറയണ്ട കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചിരിക്കുന്നുണ്ട്. എന്നിട്ട് പറയേണ്ടത് നന്ദുവിനോട് പെട്ടെന്ന് കൊണ്ടുപോകാൻ നോക്ക്, ഇനിയിപ്പോൾ ജയിലിൽ കിടക്കേണ്ടി വരികയാണെങ്കിൽ എനിക്ക് അഭിപ്രായമൊക്കെ മാറ്റേണ്ടി വരും എന്നും പറഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ. ഒരു കൂസലിൽ നിൽക്കുകയാണ് നമ്മുടെ അനി അങ്ങനെ. അപ്പം അങ്ങനെയാണ് ഇന്നത്തെ പത്തരമാറ്റിൻ്റെ മെഗാ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പം നാളത്തെ എപ്പിസോഡായിട്ട് വീണ്ടും വരാം. ഓക്കെ ബൈ. അപ്പം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.